അപ്പം ഇതിനകത്ത് നമ്മൾ എവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നും എവിടം വരെ എത്തി? ആ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഇന്നലെ എഴുതിയത്. ഇത് നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. When substrate concentration increases, the velocity of enzymatic reaction increases at first. After attaining maximum velocity, it cannot be exceeded by further addition of substrate Y. അത് നമ്മൾ പറഞ്ഞതാണ്. ഒരു സബ്സ്ട്രേറ്റ് നമ്മൾ ചേർക്കുന്ന സാധനത്തിൻ്റെ അളവ് ഇങ്ങനെ കൂട്ടും തോറും അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? ആദ്യമൊക്കെ കൂടിക്കൂടി വരും. വെലോസിറ്റി ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ ഇൻക്രീസസ് അറ്റ് ഫസ്റ്റ്. ആഫ്റ്റർ അറ്റൈനിങ് മാക്സിമം വെലോസിറ്റി ഇറ്റ് കനോട്ട് ബി എക്സീഡഡ് ബൈ ഫർദർ അഡീഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഒരു ലെവലിൽ അതങ്ങോട്ട് എന്ത് ചെയ്തു? സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ, മാക്സിമം സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര നിങ്ങൾ സാധനം ഇട്ട് കൊടുത്താലും എന്ത് ചെയ്യില്ല? അതിൻ്റെ സ്പീഡ് കൂടില്ല. അത് നമ്മൾ പറഞ്ഞിരുന്നു പണ്ട് ഒരു ബിരിയാണിയുടെ കാര്യം. അതിനകത്ത് 100 ചാക്ക് ആദ്യം നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ 100 ചാക്ക് കൊടുക്കുമ്പോൾ അവിടെ 100 പാചകക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ചാക്ക് കിട്ടുന്നത് വരെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങി, എല്ലാവർക്കും ഒരു ചാക്ക് കിട്ടി. ഇനി നിങ്ങൾ ഒരു 101 102 ഒക്കെ ചാക്ക് അവിടെ കൊണ്ടുവന്നിട്ടാലും അത് അവിടെ ആരും എടുക്കില്ല. കാരണം ഇവർക്കൊക്കെ കിട്ടി, ഇവർ അതിനകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും സാച്ചുറേറ്റഡ് ആയി, എല്ലാവർക്കും അതിനെ സബ്സ്ട്രേറ്റ് കിട്ടി, സാധനം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാ എൻസൈം, ഇവിടെ കുക്ക് എന്ന് പറഞ്ഞാൽ എൻസൈം, എല്ലാ എൻസൈമുകൾക്കും എന്ത് ചെയ്തു? സാധനം കിട്ടി. ഇനി ആ പ്രവർത്തനം ഉണ്ടായതിനു ശേഷം ആരെങ്കിലും ഫ്രീ ആകുമ്പോഴേ അടുത്ത ആളെ എടുക്കാൻ വരുള്ളൂ, അടുത്ത ചാക്ക് എടുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ വരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിങ്ങൾ സാധനം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല? സ്പീഡ് കൂടില്ല എന്ന് പറയുന്നതാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളത് നോക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. നമ്മൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വെൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, സാധനത്തിൻ്റെ അളവ് കൂട്ടുകയാണ്, നമ്മൾ റിയാക്ട് ചെയ്യാൻ കൊടുക്കുന്ന സാധനത്തിൻ്റെ അളവ് കൂട്ടുകയാണ്. അപ്പം വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസസ് അറ്റ് ഫസ്റ്റ്, കൂടി വരും. ആഫ്റ്റർ അറ്റൈനിങ് എ മാക്സിമം വെലോസിറ്റി, അങ്ങനെ ഒരു സ്പീഡ് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി എക്സീഡഡ് ബൈ ഫർദർ അഡീഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. പിന്നെ നിങ്ങൾ സാധനം കൊടുത്തു എന്ന് വിചാരിച്ച് റിയാക്ഷൻ്റെ സ്പീഡ് കൂടില്ല. എന്തുകൊണ്ട്? അപ്പം അതിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫാണ് നിങ്ങൾ അതിനകത്ത് നമുക്ക് വരച്ച് വെക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ ആദ്യം സ്പീഡ് കൂടി പോയിട്ട് പിന്നെ അതിങ്ങനെ ഒരു ഫ്ലാറ്റായി മാറും, ഒരു അപ്പോൾ ഇതാണ് ഇതിനകത്ത് മാക്സിമം സ്പീഡ്. ഈ പോയിൻ്റ് എവിടെയാണോ അതാണ് അതിനകത്ത് മാക്സിമം സ്പീഡ് വരുന്നത്, ആ പോയിൻ്റ്. അപ്പോൾ വി മാക്സ്. അപ്പോൾ അതിൻ്റെ പകുതി സ്പീഡ് നമ്മൾ വി മാക്സ് ബൈ 2 പറയുക. അതിൻ്റെ പകുതി എടുക്കുക. ഇവിടുന്ന് ഈ ഒരു പകുതി ഡിസ്റ്റൻസ്, ഇവിടേക്ക് പകുതി ഈക്വൽ ദൂരം നടുക്കെടുത്തിട്ട് പറയുക, അത് വെലോസിറ്റി പകുതിയാണ്, വി മാക്സ് ബൈ 2. അപ്പം നമ്മൾ ഇവിടെ സബ്സ്ട്രേറ്റിൻ്റെ അളവാണ്. ആ സബ്സ്ട്രേറ്റിൻ്റെ അളവിനെ KM വാല്യൂ എന്നാണ് പറയുക. പകുതി സ്പീഡ് എത്താൻ നമ്മൾ എത്ര സാധനം കൊടുക്കണം, അതാണ് അതിൻ്റെ KM വാല്യൂ. ഇവിടെ എന്താണ്? ഈ സൈഡിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനാണ്, അപ്പുറത്ത് വെലോസിറ്റി ഓഫ് ദ റിയാക്ഷനാണ്. ഇവിടെ Y ആക്സിസിൽ എന്താണ്? വെലോസിറ്റി ഓഫ് റിയാക്ഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവുന്നത് കണ്ടോ? ഗ്രാഫിൽ ഈ സ്പീഡ് കൂടി വന്നിട്ട് പിന്നെ സ്പീഡ് അങ്ങോട്ട് എന്തായി? അവിടെ ഒരു പോയിന്റിലെത്തിയപ്പോൾ അങ്ങ് ഫ്ലാറ്റായി, അവിടെ നിന്നു, പിന്നെ സ്പീഡ് കൂടുന്നില്ല. അപ്പോൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂട്ടി വരുന്നതിനനുസരിച്ച് ആദ്യമൊക്കെ സ്പീഡ് കൂടിയിരുന്നു, പിന്നെ എന്തായി? അളവ് നിങ്ങൾ ഇനി എത്ര കൂട്ടിയാലും ഈ സ്പീഡ് തന്നെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനാണ് ഇവിടെ എന്ത് ചെയ്യുക? എക്സ് ആക്സിസിൽ വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. എന്നിട്ട് പറയുക, ആഫ്റ്റർ അറ്റൈനിങ് മാക്സിമം വെലോസിറ്റി, ഒരു സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? സ്പീഡ് കനോട്ട് ബി ഇൻക്രീസ്ഡ് ഫർദർ, പിന്നീട് കൂടില്ല, കാരണം ഓൾ എൻസൈംസ് ബിക്കം സാച്ചുറേറ്റഡ്. അപ്പം ആഫ്റ്റർ അറ്റൈനിങ് മാക്സിമം വി മാക്സ്, മാക്സിമം വെലോസിറ്റി എത്തിക്കഴിഞ്ഞാൽ ഫർദർ അഡിഷൻ ഓഫ് സബ്സ്ട്രേറ്റ് വിൽ നോട്ട് ഇൻക്രീസ് ദ വെലോസിറ്റി. ഫർദർ അഡിഷൻ എന്ത് ചെയ്യില്ല? ഇനി നിങ്ങൾ സബ്സ്ട്രേറ്റ്, ഫർദർ അഡിഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, ഇനി സബ്സ്ട്രേറ്റ് നിങ്ങൾ അതിനകത്ത് കൂട്ടി എന്ന് വിചാരിച്ചിട്ടും എന്ത് ചെയ്യില്ല? ഫർദർ അഡിഷൻ ഓഫ് സബ്സ്ട്രേറ്റ് വിൽ നോട്ട് ഇൻക്രീസ് ദി എന്ത്? വെലോസിറ്റി ഓഫ് റിയാക്ഷൻ. അപ്പം ആ റിയാക്ഷൻ്റെ വെലോസിറ്റി പിന്നെ കൂടില്ല, കാരണം ഓൾ എൻസൈംസ് ബിക്കം സാച്ചുറേറ്റഡ്. ഓൾ എൻസൈംസ് ബിക്കം എന്താണ്? സാച്ചുറേറ്റഡ് വിത്ത് സബ്സ്ട്രേറ്റ്. ഓൾ എൻസൈംസ് ബിക്കം, വി മാക്സ് എന്ന് പറഞ്ഞാൽ ആ വെലോസിറ്റിയിൽ എന്താണ്? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓൾ എൻസൈംസ് ബിക്കം സാച്ചുറേറ്റഡ് വിത്ത് എൻസൈംസ്. എല്ലാ എൻസൈമുകൾക്കും എന്ത് ചെയ്യും? സാധനം കിട്ടും പ്രവർത്തിക്കാൻ.
ഇനി അവരത് പ്രവർത്തിച്ച് പ്രൊഡക്റ്റ് ആയതിൻ്റെ ശേഷം മാത്രമേ അടുത്ത എന്ത് ചെയ്യുള്ളൂ, അടുത്ത പ്രോഡക്റ്റ് അതിനകത്ത് അടുത്ത സബ്സ്ട്രേറ്റിൽ അവർ ബൈൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റിലോട്ട് നമ്മൾ പോകുമ്പം നെക്സ്റ്റ് ഇതിനകത്ത് ആൻസർ ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. എൻസൈം കാറ്റലൈസിങ് ലിങ്കിങ് ടുഗെദർ ഓഫ് 2 കോമ്പൗണ്ട്സ് കംസ് അണ്ടർ ദ ഗ്രൂപ്പ്. 2 ഗ്രൂപ്പുകളെ ലിങ്ക് ചെയ്യുന്നവർ എവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ അതിനകത്ത് നോക്കൂ, ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ അതിനകത്ത് പറഞ്ഞത് എന്താണെന്നറിയോ, എൻസൈം കാറ്റലൈസിങ് ലിങ്കിങ് ഓഫ് ടുഗെദർ ഓഫ് 2 കോമ്പൗണ്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കാർബൺ ഓക്സിജൻ അതിനെ ലിങ്ക് ചെയ്തിട്ട് കാർബൺ CO ആവും, അല്ലെങ്കിൽ ഇപ്പോൾ കാർബൺ നൈട്രജൻ, അപ്പോൾ അതിനെ ലിങ്ക് ചെയ്ത് CN ആവും. അങ്ങനെ ലിങ്ക് ചെയ്യുന്ന 2 ഗ്രൂപ്പുകളെ ലിങ്ക് ചെയ്യുന്ന ആളെ, അത്തരം എൻസൈമിനെ നമ്മൾ ലൈഗേസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതി വെക്കുക, ലൈഗേസ്. അപ്പോൾ അതിനകത്ത് ലൈഗേസ് നിങ്ങൾക്ക് ഓക്കെയാണ്. അതിനകത്ത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെക്കുക, ലൈഗേസ്. രണ്ട് ഗ്രൂപ്പുകളെ ചേർക്കുന്നവരെ നമ്മൾ അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു കാര്യം എഴുതി വെക്കുക, എൻസൈം കാറ്റലൈസിങ് ലിങ്കിങ് ടുഗെദർ ഓഫ് 2 കോമ്പൗണ്ട്സ് കംസ് അണ്ടർ ദ ഗ്രൂപ്പ്. അതിൻ്റെ ഗ്രൂപ്പ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ 2 ഗ്രൂപ്പ് കോമ്പൗണ്ടുകൾ ലിങ്ക് ചെയ്യാണ്. കാർബണെയും ഓക്സിജനെയും ലിങ്ക് ചെയ്തിട്ട് എന്താവും, CO. കാർബണെയും നൈട്രജനെയും ലിങ്ക് ചെയ്താൽ എന്താവും, സയനൈഡ് ആവും. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ലൈഗേസ്. അപ്പം ഇവിടെ രണ്ടും എന്തുതന്നെയാണ്, ലൈഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അപ്പം ലിങ്കിങ് എൻസൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഗേസ് ആണ്. ആ പേര് തന്നെ ഉണ്ട്, ലിങ്കിങ് എന്നാണ്. ഫസ്റ്റത്തെ ലെറ്റർ ലി ആണ്, മനസ്സിലായില്ലേ? ലിങ്ക് ചെയ്യുന്ന ആളെയാണ് ലൈഗേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ടിലും ലിങ്ക് ഉണ്ട്, മനസ്സിലായില്ലേ? ആ ലിങ്ക് കണ്ടാൽ തന്നെ ആൻസർ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദിസ് വാസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാറ്റഗറി ക്വസ്റ്റ്യൻ. റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ എൻസൈം ഈസ് എൻസൈം റിയാക്ഷൻ ഈസ് ഗിവൺ ബിലോ. E+S ഗീവ്സ്, അതിങ്ങനെയാണ്. ഇതൊരു റിയാക്ഷൻ ഇവിടെ തന്നതാണ്. E+S ഇതാണ് നമ്മൾ എൻസൈമിൻ്റെ മെയിൻ പരിപാടി. എൻസൈം സബ്സ്ട്രേറ്റ് എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഇവിടെ ഇങ്ങോട്ടേക്കും ഒരു ആരോ. ഓക്കെ, അപ്പം അതിനകത്ത് എൻസൈം സബ്സ്ട്രേറ്റ് ഉണ്ടായി മാറും, പിന്നെ അതിൽ നിന്ന് എൻസൈം പ്രൊഡക്റ്റായി മാറും, പിന്നെ എൻസൈമും പ്രോഡക്റ്റും എന്തായി മാറിപ്പോവും. ഇതാണ് എൻസൈമിൻ്റെ ഒരു റിയാക്ഷൻ. അതായത് എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിയാക്ഷനൊക്കെ നടത്തുന്ന ഒരാളാണ്. നമ്മൾ സാധനം സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കണം, സാധനം കൊടുക്കണം അയാൾക്ക്. അപ്പോൾ അയാൾ അതായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. കണ്ടോ, എൻസൈം സബ്സ്ട്രേറ്റിനെ അങ്ങോട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് അതിനെ പിടിച്ച് മെരുക്കിയിട്ട് അതിൻ്റെ ബോണ്ടൊക്കെ പൊട്ടിച്ച് അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റും. കണ്ടോ, എൻസൈമിൽ നിന്ന് നമ്മൾ ഇട്ട് കൊടുത്ത സാധനത്തിൽ നിന്ന് ഏകദേശം പ്രൊഡക്റ്റ് ഉണ്ടാവാൻ തുടങ്ങി. അതിന് ശേഷം പ്രൊഡക്റ്റിനെ പിന്നെ അത് റിലീസ് ചെയ്യും. എൻസൈം അടുത്ത സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഇതാണ് എൻസൈമിൻ്റെ ആക്ഷൻ. എൻസൈമിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനം ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻസൈം ആ സാധനത്തിന് എന്ത് ചെയ്യും, അതിൽ വർക്ക് ചെയ്യും. അതിനാകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടിച്ച് അതിനെ അങ്ങ് പരിപ്പിളക്കും അതിൻ്റെ. എന്നിട്ട് അതിനെ എന്താക്കി മാറ്റും, പ്രൊഡക്റ്റാക്കി മാറ്റാൻ നോക്കും. നമ്മൾ ഒരു സാധനം കൊടുക്കുന്ന എന്തിനാണ്, അതിൽ നിന്നൊരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫൈനലി എൻസൈം എന്താവും, പ്രൊഡക്റ്റിനെ അതിൽ നിന്ന് റിലീസാക്കും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി. എൻസൈമിന് എന്ത് ചെയ്യും, ഫ്രീ ആയി ഇനി വേറെ സാധനത്തിൽ ബൈൻഡ് ചെയ്ത് വർക്ക് ചെയ്യാം. അപ്പോൾ എൻസൈം പിന്നെ വേറെ സാധനത്തേക്ക് പോകും. അപ്പോൾ ഇതാണ് എൻസൈമാറ്റിക് റിയാക്ഷൻ. അതിനകത്ത് എസ് എന്താണ്, പി എന്താണ് എന്നൊക്കെയാണ് ചോദ്യം. അപ്പം നമുക്ക് അറിയാം എസ് എന്താണ്, സബ്സ്ട്രേറ്റ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇട്ട് കൊടുക്കുന്ന സാധനമാണ്. സബ്സ്ട്രേറ്റ്, എസ് സബ്സ്ട്രേറ്റ്. പി എന്താണ്, പ്രൊഡക്റ്റാണ്. പി എന്താണ്, പ്രൊഡക്റ്റാണ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കുക, പ്രോഡക്റ്റ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻസൈമിന് ഇട്ട് കൊടുക്കുന്ന സാധനത്തെ സബ്സ്ട്രേറ്റ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? സംഗതി മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. എൻസൈമാണ്, ഇയാൾക്ക് നമ്മളൊരു സാധനം ഇട്ട് കൊടുക്കും, സബ്സ്ട്രേറ്റ്. അപ്പോൾ അയാൾ അതിൽ വർക്ക് ചെയ്തിട്ട് എന്താവും, എൻസൈം സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. എന്നിട്ട് അതിനെ എൻസൈം അതിൽ വർക്ക് ചെയ്ത് അയാൾ ആകെ പരിപ്പൊക്കെ ഇളക്കിയിട്ട് അയാളെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ നോക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തുണ്ടാവും, എൻസൈം അതിൽ നിന്ന് വിട്ടുപോകും, പ്രൊഡക്റ്റിനെ റിലീസാവും. നമുക്ക് സാധനം ഇട്ട് കൊടുത്തപ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റ് കിട്ടി. അപ്പോൾ ഇതിനെ സബ്സ്ട്രേറ്റ് എന്നാണ് വിളിക്കുക, ഇട്ട് കൊടുക്കുന്ന സാധനം സബ്സ്ട്രേറ്റ്.
നമുക്ക് ഫൈനലി കിട്ടുന്നത് പ്രൊഡക്റ്റ്. അപ്പോൾ എസ് എന്താണ്, പി എന്താണ് എന്നൊക്കെയാണ് ചോദ്യം. ഇനി എൻസൈമിൻ്റെ റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈമാറ്റിക് റിയാക്ഷൻ. ഒരു എൻസൈമിൻ്റെ പ്രവർത്തനം എന്തിനൊക്കെ അനുസരിച്ച് മാറും? നമുക്കറിയാം എൻസൈമിൻ്റെ റിയാക്ഷൻ നമ്മൾ പണ്ട് പഠിച്ചിരുന്നു. ടെമ്പറേച്ചർ കൂടിയാലും നടക്കില്ല, കുറഞ്ഞാലും നടക്കില്ല, ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം ടെമ്പറേച്ചർ അഫക്ട്സ് എൻസൈമാറ്റിക് റിയാക്ഷൻ. ടെമ്പറേച്ചർ ആണ് ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? പി എച്ച്. നമ്മൾ ആസിഡിറ്റി, ആസിഡ് കൂടിയാലും കുറഞ്ഞാലും ഒരു എൻസൈമിൻ്റെ ഒരു പ്രത്യേക പി എച്ച് ഉണ്ടാവും. അത് ഇന്ന പി എച്ചിലാണ് വർക്ക് ചെയ്യാന്നുണ്ടാവും. അതിന് കൂടിയാലും കുറഞ്ഞാലും അതെന്ത് ചെയ്യില്ല, അതിൻ്റെ വർക്ക് കുറയും. അപ്പം പി എച്ചും ടെമ്പറേച്ചറും ഒക്കെ എന്തുണ്ടാവും, ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഒരു ഒപ്റ്റിമം വാല്യൂ ഉണ്ടാവും. മനസ്സിലായില്ലേ? പി എച്ചും ടെമ്പറേച്ചറിനൊക്കെ എന്തുണ്ടാവും, ഒരു ഒപ്റ്റിമം വാല്യൂ ഉണ്ടാവും. പി എച്ച് ഇവിടെ ഇത് എൻസൈമാറ്റിക് റിയാക്ഷൻ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പം ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിൽ താന്നാലും കുറഞ്ഞാലും റിയാക്ഷൻ നടക്കില്ല, കൂടിയാലും നടക്കില്ല. അപ്പം അതിനകത്ത് പി എച്ച്, അപ്പോൾ പി എച്ചിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഗ്രാഫൊക്കെ ഇങ്ങനെയാണ് വരിക. അതിനകത്ത് ഇങ്ങനെ ഒരു കർവാണ് ഇതിനകത്ത് വരിക, ഇങ്ങനെ മുകളിലോട്ടൊരു ഓക്കെ. അപ്പം അത് നമ്മളതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചറും പി എച്ചും, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചും എന്ത് ചെയ്യും, സ്പീഡ് കൂടി വരും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് സബ്സ്ട്രേറ്റ് എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ പോയിൻ്റായി വരാം. നമ്മൾ സാധനം ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് എൻസൈമിൻ്റെ റിയാക്ഷൻ. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് ആദ്യമൊക്കെ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, നമ്മൾ ഇടുന്ന സാധനം അനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ വേഗത കൂടി വരും. അങ്ങനെ ഒരു പരിധി എത്തിയാൽ പിന്നെ വേഗത കൂടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത് സംഗതി വളരെ സിമ്പിളാണ്. എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തൊഴിലാളിയാണ്. മനസ്സിലായില്ലേ? തൊഴിലാളിയാണ്. തൊഴിലാളിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? സാധനങ്ങൾ കൊടുക്കണം. അപ്പോൾ തൊഴിലാളി ആ സാധനത്തിൽ ബൈൻഡ് ചെയ്ത് അതിനെ പരിപ്പിളക്കും, അതിനെ ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി അതിൽ നിന്ന് എന്തുണ്ടാക്കും? അതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തേൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതൊരു സ്ട്രോങ്, ഇതിനകത്ത് പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടാവും, പിന്നെ അതിൽ നിന്ന് പ്രൊഡക്റ്റ് റിലീസ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത്. പിന്നെ എൻസൈമിൻ്റെ പ്രവർത്തനം എന്തിനൊക്കെ അനുസരിച്ചെന്ന് പറഞ്ഞാൽ, എൻസൈം പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചർ കൊടുക്കണം. നമ്മുടെ ബോഡിയിൽ എൻസൈം എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചാൽ എൻസൈം വർക്ക് ചെയ്യില്ല, ചൂടത്ത് കൊണ്ടുവച്ചാലും വർക്ക് ചെയ്യില്ല. ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുക. അതേപോലെ പ്രത്യേക പി എച്ച് ഉണ്ടാവും. പിന്നെ സാധനങ്ങൾ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുമോ? എൻസൈം തൊഴിലാളി മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? തൊഴിലാളിക്ക് സാധനങ്ങൾ കൊടുക്കണ്ടേ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, അവർക്ക് പ്രവർത്തിക്കാൻ എന്ത് കൊടുക്കണം? സാധനങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് അവർ പ്രൊഡക്റ്റ് ഉണ്ടായിത്തരും. അപ്പോൾ എൻസൈം എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളിയാണ്. അപ്പോൾ ആ തൊഴിലാളിക്ക് സാധനം കൊടുത്താൽ അവർ പ്രൊഡക്റ്റ് തരും. വളരെ സിമ്പിൾ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് മൂവ് ചെയ്യാം. ഡിഫൈൻ കോഫാക്ടേഴ്സ്. റൈറ്റ് അബൌട്ട് എനി 2 ടൈപ്സ് ഓഫ് കോഫാക്ടേഴ്സ്. ഇത് വൺ ഓഫ് ദ 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിലെ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളാക്കിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അങ്ങോട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാനും പറ്റും, മുന്നേയും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്താണ് കോഫാക്ടർ? കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഇപ്പോൾ ഓർത്ത് വയ്ക്കുക. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്തുണ്ട്, എൻസൈമിനെ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു? എൻസൈം എന്ന് പറഞ്ഞാൽ തൊഴിലാളിയാണല്ലോ. അതെ, നമ്മൾ സാധനം കൊടുത്താൽ പ്രൊഡക്റ്റ് തരും. അയാൾക്ക് 2 ഭാഗമുണ്ട്. ഒന്ന് പ്രോട്ടീൻ ഉള്ള ഭാഗം, പ്രോട്ടീൻ പാർട്ട്. പ്രോട്ടീൻ ഇല്ലാത്ത ഭാഗം, നോൺ പ്രോട്ടീൻ പാർട്ട്. പ്രോട്ടീൻ ഇല്ലാത്ത ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? കോഫാക്ടർ എന്ന് വിളിച്ചിരുന്നത്. അത് 3 എണ്ണം ഉണ്ടായിരുന്നു. കോഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, പിന്നെ കോഎൻസൈം, പിന്നെ ഇവിടെയായിരുന്നു നമ്മുടെ ഏത്? മെറ്റൽ അയോൺസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എന്തുണ്ടായിരുന്നത്? നമ്മുടെ കോഫാക്ടേഴ്സ് വന്നത്. അപ്പോൾ കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻസൈമിൻ്റെ നോൺ പ്രോട്ടീൻ പാർട്ടാണ്. എൻസൈമിന് 2 ഭാഗമുണ്ട്.
തൊഴിലാളിക്ക് പ്രോട്ടീനുള്ള ഒരു ഭാഗമുണ്ട്, പ്രോട്ടീൻ ഇല്ലാത്ത ഭാഗമുണ്ട്. പ്രോട്ടീൻ ഇല്ലാത്ത ഭാഗത്തെയാണ് കോഫാക്ടർ എന്ന് വിളിക്കുക. റൈറ്റ് അബൌട്ട് എനി 2 ടൈപ്പ് ഓഫ് കോഫാക്ടേഴ്സ്. ഏതെങ്കിലും 2 കോഫാക്ടേഴ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട്. ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, ഒന്ന് കോ എൻസൈം, ഒന്ന് മെറ്റൽ അയോൺസ്. അപ്പോൾ ഇതിൽ 2 എണ്ണത്തിനെ കുറിച്ച് എഴുതാനാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് അബൌട്ട് എനി 2 ടൈപ്സ്, അപ്പോൾ അത് 2 എണ്ണത്തിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ എഴുതിക്കോളൂ, കോഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. കോഫാക്ടർ ഈസ് ദ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈം. ഒരു എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ട് അല്ലാത്തതിനെയാണ് എന്ത് വിളിക്കുക, കോഫാക്ടർ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ കാറ്റലിറ്റിക് ആക്ടിവിറ്റി. അത് പ്രവർത്തിക്കണമെങ്കിൽ അത് വേണം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ കാറ്റലിറ്റിക് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് വിച്ച് ഈസ് എന്ന് എഴുതിക്കോളൂ, എന്നാൽ ഒരു സെൻറ്റൻസ് തന്നെ ആയല്ലോ. വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈം. എൻസൈമിന് പ്രവർത്തിക്കണമെങ്കിൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈം, എൻസൈമിന് രാസപ്രവർത്തനത്തിൽ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം, ആ ഭാഗം വേണം, കോഫാക്ടർ വേണം. കോഫാക്ടേഴ്സ് ആർ 3 ടൈപ്സ്. കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 3 എണ്ണം ഇട്ടാൽ മതി. ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ. പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ് ഒന്ന്. പിന്നെ അടുത്തത് കോ എൻസൈംസ് ആണ്, കോ എൻസൈംസ്. അടുത്തത് മെറ്റൽ അയോൺസ്. അപ്പോൾ ഇതാണ് 3 എന്ത് കോഫാക്ടേഴ്സ്, എൻസൈമിൻ്റെ കൂടെയുള്ള പ്രോട്ടീൻ അല്ലാത്ത ഭാഗം. അതിൽ 2 ആളുകളെ കുറിച്ച് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ ഞാൻ 2 ആളുകളെ കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞല്ലോ, ഇതിനകത്ത് ഈ ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് 2 എണ്ണത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് ഏതാണ്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. കോഫാക്ടറിലെ ഫസ്റ്റത്തെ ആളെക്കുറിച്ച് നമുക്ക് പറയാം, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്താണ്? അത് എൻസൈമിൻ്റെ നോൺ പ്രോട്ടീൻ പാർട്ടാണ്, ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതൊരു കാർബൺ ഹൈഡ്രജനൊക്കെ ഉള്ള ഓർഗാനിക് സംയുക്തമാണ്, ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് സീൻ ടൈറ്റ്ലി അസോസിയേറ്റഡ് വിത്ത് പ്രോട്ടീൻ പാർട്ട്. പ്രോട്ടീൻ നമ്മൾ പറഞ്ഞു, എൻസൈമിനൊരു പ്രോട്ടീൻ ഭാഗമുണ്ട്, അതിൻ്റെ കൂടെയുള്ള ഭാഗമാണിത്. അപ്പോൾ ഇത് ഭയങ്കര ടൈറ്റായിട്ടാണ് ഇതിൻ്റെ കൂടെ, എൻസൈമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുക. ഇറ്റ് ഈസ് സീൻ ടൈറ്റ്ലി ബൗണ്ട് ടു ദി പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം. എൻസൈമിൻ്റെ മറ്റേ ഭാഗം ഉണ്ടല്ലോ, പ്രോട്ടീൻ ഭാഗം, അതിനോട് കൂടെ ടൈറ്റായിട്ട് ചേർന്നിട്ടാണ് ഈ ഭാഗം കാണുക. ടൈറ്റ്ലി ബൗണ്ട് ടു ദി പ്രോട്ടീൻ പാർട്ട്, ടു ദി അപ്പോ എൻസൈം. പ്രോട്ടീൻ ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുക, അപ്പോ എൻസൈം. അപ്പോ എൻസൈമിൻ്റെ കൂടെ ടൈറ്റായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്, നോൺ പ്രോട്ടീൻ ഭാഗമാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. എക്സാമ്പിൾ, ഹീം ഇൻ കാറ്റലൈസ് ആൻഡ് പെറോക്സിഡൈസ്. ഹീം ഇൻ കാറ്റലൈസ് ആൻഡ് പെറോക്സിഡൈസ്, അതാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൻ്റെ ഫസ്റ്റത്തെ എക്സാമ്പിൾ. ഹീം ഇൻ കാറ്റലൈസ് ആൻഡ് പെറോക്സിഡൈസ്. ഓക്കെ, കാറ്റലൈസ്. പിന്നെ രണ്ടാമത്തതാണ് നമ്മുടെ കോ എൻസൈംസ്. രണ്ടാമത്തത് എന്താണ്, കോ എൻസൈംസ് ആണ്. കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ അവരും ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ്, ഓർഗാനിക് കോമ്പൗണ്ടാണ്. ആൻഡ് അറ്റാച്ച്മെൻറ്റ് എന്താണ്, എപ്പോഴും ഇങ്ങനെ ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കില്ല, ആവശ്യമുള്ള സമയത്താണ് ഇവർ എൻസൈമിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് നിൽക്കുക. അറ്റാച്ച്മെൻറ്റ് ഈസ് ട്രാൻസിയൻറ്റ്. അറ്റാച്ച്മെൻറ്റ് ഇവിടെ MENT എന്നുണ്ട് കേട്ടോ. അറ്റാച്ച്മെൻറ്റ് ടു ദി അപ്പോ എൻസൈം ഈസ് ട്രാൻസിയൻറ്റ്. ടു ദി അപ്പോ എൻസൈമുമായിട്ട് ഇവരെന്താണ്, അറ്റാച്ച്മെൻറ്റ് ഇടയ്ക്കിടക്കാണ് ഉണ്ടാവുക. ഈസ് എല്ലായ്പ്പോഴും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല, ആവശ്യമുള്ള സമയത്ത്. ട്രാൻസിയൻറ്റ്. It occurs during catalysis. catalysis.
അപ്പോൾ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക, അത് അവർ അറ്റാച്ച് ചെയ്ത് നിൽക്കുക. അപ്പോൾ കാറ്റലിസിസ്. അപ്പോൾ അതിനകത്ത് ആ സംഭവങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിങ്ങൾ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ടാകും. അത് എന്താണ്, ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ്. ഹീം ഇൻ കാറ്റലൈസ് ആൻഡ് പെറോക്സിഡൈസ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ അത് ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ബട്ട് അറ്റാച്ച്മെൻറ്റ് വിത്ത് അപ്പോ എൻസൈം ഈസ് ട്രാൻസിയൻറ്റ്. അറ്റാച്ച്മെൻറ്റ് വിത്ത് അപ്പോ എൻസൈം ഈസ് transient. Occurs during catalysis. Example NADP. ഇതിനകത്തുള്ള വിറ്റമിൻ ആണ്. ഇതിനകത്തൊരു വിറ്റമിൻ ഉണ്ട്, വിറ്റമിൻ നിയാസിൻ. contain vitamin niacin. അപ്പോൾ NAD എന്നതിൻ്റെ ഫുള്ള് നിക്കോട്ടിനാമൈഡ് ഡൈ അഡിനിൻ ന്യൂക്ലിയോടൈഡ്. നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്. സോ ചോദിക്കാറുണ്ട് NADയും NADPയിലുള്ള വിറ്റമിൻ ഏതാണ്? നിയാസിനാണ്. അത്ര ഡീപ്പിലോട്ട് അധികം പോകാറില്ല. കോഎൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഇങ്ങനെ ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കില്ല എൻസൈമിൻ്റെ കൂടെ, ആവശ്യമുള്ള സമയത്ത് വന്ന് അറ്റാച്ച് ചെയ്യും. സോ ട്രാൻസിയൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് എൻസൈം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഈ ചാപ്റ്ററിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കണം, ഷുവറാണ്. എൻസൈമിൻ്റെ ഒരു ഭാഗമാണ് പ്രോട്ടീനുള്ള ഭാഗം, അപ്പോ എൻസൈം. പ്രോട്ടീൻ ഇല്ലാത്ത ഭാഗമാണ് കോഫാക്ടർ. അപ്പോൾ അത് ഇതിനോട് ചേർന്നാണ് നിൽക്കുക, ഈ അപ്പോ എൻസൈമിനോട് കൂടെ. അപ്പോൾ എൻസൈമിൻ്റെ കൂടെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഭാഗമാണ്, ടൈറ്റായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകളാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അതിന് എക്സാമ്പിളാണ് ഹീം ഇൻ കാറ്റലൈസ് ആൻഡ് പെറോക്സിഡൈസ്. പിന്നെ ടൈറ്റ് അല്ല, പക്ഷേ ആവശ്യമുള്ള സമയത്ത് വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അങ്ങനത്തെ ഒരു ഭാഗമാണ് കോ എൻസൈം എന്താണ്? ഒരു കോഫാക്ടർ തന്നെയാണ്. അതിന് എക്സാമ്പിളാണ് NADയും NADPയും. നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോടൈഡും NADPയും. നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. NADPയിൽ ലാസ്റ്റ് P എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ്. പിന്നീട് ലാസ്റ്റ് ഒരു മെറ്റൽ അയോൺ ഉണ്ടാവും. മെറ്റൽ അയോണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എൻസൈമിൻ്റെ കൂടെ മെറ്റൽ ഭാഗങ്ങളുണ്ടാവും. സിങ്ക് ഒക്കെ അതിന് എക്സാമ്പിളാണ്. സിങ്ക്. ഓക്കെ, മെറ്റൽ അയോൺസ് ഉണ്ടെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് എൻസൈമിൻ്റെ കോഫാക്ടേഴ്സ്. എപ്പോഴും ചോദിക്കാറുണ്ട്, ഫില്ല് ചെയ്യാനും ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, ഇതേപോലെയൊക്കെ ചോദിക്കാറുണ്ട്. സോ നിങ്ങളതിനകത്ത് ഒരിക്കലും ഈ ഒരു ഡയഗ്രാം പോലും നിങ്ങളതിനകത്ത് മറക്കേണ്ട. കാരണം ഈ ഡയഗ്രാം തന്നെ ആ രീതിയിൽ ചോദിക്കാറുണ്ട്. എൻസൈം എന്താണ്, അതിൻ്റെ പ്രോട്ടീൻ ഭാഗം. നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ട് എന്താണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തത് ഇവിടെ എന്തിട്ടിരുന്നു, ഇവിടെ A എന്നിട്ടിട്ട് ഡാഷ്. അപ്പോൾ നമ്മളിവിടെ ഫില്ല് ചെയ്തിരുന്നു. പ്രോട്ടീൻ പാർട്ടിനെ അപ്പോ എൻസൈം എന്നാണ് വിളിക്കുക. പിന്നെ നോൺ പ്രോട്ടീൻ പാർട്ട് അതിനെന്താ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് അതും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നോൺ പ്രോട്ടീൻ പാർട്ട്, അതാണ് ഏറ്റവും അധികം വന്ന ക്വസ്റ്റ്യൻ. നോൺ പ്രോട്ടീൻ ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക? ഇവിടെ B എന്നായിരുന്നു ഇട്ടിരുന്നത്. കോഫാക്ടേഴ്സ് എന്നാണ് വിളിക്കുക. കോഫാക്ടേഴ്സിന് 3 എണ്ണം ഉണ്ട്. ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, ലൂസായിട്ട് ഇടയ്ക്കിടയ്ക്ക് അറ്റാച്ച്മെൻറ്റ് വരുന്ന കോ എൻസൈം, പിന്നെ മെറ്റൽ അയോൺസിന് എക്സാമ്പിളാണ് സിങ്ക് 2+. കോ എൻസൈമിന് എക്സാമ്പിളാണ് NAD, നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോടൈഡും. നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോടൈഡ് NADയും NADPയും. നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്. പിന്നെ
പ്രോസ്തെറ്റിക്കിന് എക്സാമ്പിളാണ് ഹീം ഇൻ കാറ്റലൈസ് ആൻഡ് പെറോക്സിഡൈസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെറ്റായിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വിടരുത്. ഇനി ഇതിനകത്ത് നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡാണ്. നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി എൻ എയിൽ എന്താണുള്ളത്? ഡി എൻ എയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയോടൈഡാണ്. ഡി എൻ എ എന്ന് പറഞ്ഞാൽ എന്ത് ചേർത്തുണ്ടാക്കുന്നതാണ്? ന്യൂക്ലിയോടൈഡ് ചേർത്തുണ്ടാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രോട്ടീൻ എന്ത് ചേർത്തുണ്ടാക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് അതിനകത്ത് ഉറക്കം വരുന്നുണ്ടാവും. ഉറക്കം വരണ്ട, പരീക്ഷ ഹാളിലാണെന്ന് ആലോചിക്കുക. പരീക്ഷ ഹാളിൽ പരീക്ഷ ഇരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അതിനകത്ത് മാർക്ക് വേണം. അതിനകത്ത് പ്രോട്ടീൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്നറിയോ? അമിനോ ആസിഡുകൾ ചേർത്ത് വെച്ചിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പം നമ്മുടെ സ്വഭാവങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു ചെയിനാണ് ഡി എൻ എ. അറിയാമല്ലോ, ഡി എൻ എയിൽ ഞാൻ പറഞ്ഞിരുന്നു ബേസ് ഉണ്ടാവും, നൈട്രജൻ ബേസ്, അഡിനിൻ, ഗോനിൻ, സൈറ്റോസിൻ, തൈമിൻ, AGCT എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബേസുകൾ ഉണ്ടാവും. ആ ബേസിൻ്റെ അതിലേക്ക് അറ്റാച്ച് ചെയ്തൊരു ഷുഗർ ഉണ്ടാവും. ഷുഗർക്ക് പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഇത് മൂന്നുകൂടി ചേർന്നാണ്, ഇത് നൈട്രജൻ ബേസ്, പിന്നെ ഒരു ഷുഗർ മോളിക്യൂള്, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത് മൂന്നുകൂടി ചേർന്നാലാണ് ന്യൂക്ലിയോടൈഡ്. അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡുകൾ ചേർത്ത് വെച്ചതാണ് നമ്മുടെ എന്ത്? DNA. അപ്പോൾ ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും, ചിലപ്പോൾ അഡിനിൻ ആയിരിക്കും, ചിലപ്പോൾ ഗോനിൻ ആയിരിക്കും, എന്നിട്ടൊരു ഷുഗർ മോളിക്യൂൾ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാവും. അപ്പം ഇത് നൈട്രജൻ ബേസ്, ഇനി അത് ഷുഗർ ചേർന്നാൽ ന്യൂക്ലിയോസൈഡ്, ഫോസ്ഫേറ്റ് കൂടി വന്നാൽ ന്യൂക്ലിയോടൈഡ്. അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡുകൾ, മൂന്നാൾ ചേർന്നാൽ ന്യൂക്ലിയോടൈഡായി. അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ് ചേർന്നിട്ടാണ് DNA ചെയിൻ. മനസ്സിലായില്ലേ? അപ്പോൾ DNA ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ DNA ആണ്. DNA എന്താണ്? ന്യൂക്ലിയോടൈഡാണ്. അങ്ങനെയെങ്കിൽ പ്രോട്ടീൻ എന്തുകൊണ്ടാണ്? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചെയിനാണ്. അതിനകത്ത് എന്താണ്? അമിനോ ആസിഡുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രോട്ടീനിൽ എന്താണുള്ളത്? അമിനോ ആസിഡുകളാണുള്ളത്. DNA എന്താ ഉള്ളത്? ന്യൂക്ലിയോടൈഡ്. അപ്പോൾ DNA എന്ന് പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ്? DNA ആണ്. അപ്പോൾ DNA ന്യൂക്ലിയോടൈഡാണ്. പ്രോട്ടീനിൽ എന്താണ്? അമിനോ ആസിഡാണ്. അപ്പം സംഗതികളൊക്കെ എഴുതി വെക്കൂ. ആ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കൂ. അപ്പം ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിയോടൈഡ്, പ്രോട്ടീന് അമിനോ ആസിഡ്. അമിനോ ആസിഡുകൾ ചേർത്ത് വെച്ചാലാണ് പ്രോട്ടീൻ ആവുക. ന്യൂക്ലിയോടൈഡുകൾ ചേർത്ത് വെച്ചാലാണ് ന്യൂക്ലിക് ആസിഡ് ആവുക. അപ്പം ഇത് മനസ്സിലായോ സംഗതി? മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നിന്നുള്ള ന്യൂക്ലിയോടൈഡ് നൈട്രജൻ ബേസാണിത്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു DNA എന്തുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു DNA അതിൽ അഡിനിൻ, ഗോനിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നൈട്രജൻ ബേസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ്, അതിന് വലുതാക്കി വരച്ചാൽ ഇതാ അഡിനിനാണിത്. എന്താണ്? അഡിനിനാണ്. അഡിനിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇത് ഇമ്പ്രൂവ്മെൻറ്റിന് ചോദിച്ചതാണ്. ഇത് കുറച്ച് ടഫാണ്. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി ടഫസ്റ്റ്, അതായത് 2 റിങ് പോലെ തോന്നുന്നുണ്ടല്ലോ ഇത്. അപ്പോൾ ഇത് അഡിനിനാണ്. ഈ ഒറ്റ റിങ്ങുള്ള ഈ NH ഒക്കെ വരുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യുറാസിലാണ്. ഇതെന്താണ്? യുറാസിലാണ്. അപ്പോൾ ഏത് നൈട്രജൻ ബേസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു NH2 വരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, ഇത് അഡിനിനാണ്, ഒറ്റ റിങ് ഉള്ളു, പിന്നെ ONH. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് യുറാസിലാണ്. സോ ദിസ് ഈസ് കാൾഡ് യുറാസിൽ. ഇനി ഇതിൻ്റെ ന്യൂക്ലിയോസൈഡ് ഏതാണെന്നാണ് ചോദ്യം. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ അഡിനിൻ്റെ ന്യൂക്ലിയോസൈഡാണ് എന്ത്? ഇനി യുറാസിലിൻ്റെ ന്യൂക്ലിയോസൈഡാണ് യുറിഡിൻ. അപ്പോൾ അത് രണ്ടും എഴുതി വെക്കൂ കേട്ടോ. ഈ ചിത്രം വരയ്ക്കൂ. അതൊരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ചിലപ്പം ചില എസ്ഐ എക്സാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ ചില ക്വസ്റ്റ്യനുകൾ നല്ല ടഫ് ഉണ്ടാവും. ഈ ചാപ്റ്ററിൽ വൺ ഓഫ് ദി ടഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഈ ഒരു സംഭവം. അപ്പം പക്ഷേ ഇത് ചോദിക്കാറുണ്ട്, അഡിനിൻ്റെ ന്യൂക്ലിയോസൈഡ് എന്താണ്? അത് അഡിനോസിനാണ്. പിന്നെ യുറാസിലിൻ്റെ ന്യൂക്ലിയോസൈഡ് എന്താണ്? അത് യുറിഡിനാണ്. പിന്നെ ഇതിൻ്റെ ന്യൂക്ലിയോടൈഡ് ചോദിക്കും. ഇത് അഡിനൈലിക് ആസിഡ്, ഇത് ന്യൂക്ലിയോസൈഡാണ് കേട്ടോ. അപ്പോൾ അഡിനിൻ്റെ ന്യൂക്ലിയോസൈഡ് എന്താണ്? അഡിനിൻ്റെ ഞാൻ അതിനകത്ത് അത് ചോദിക്കാറുണ്ട്.
അഡിനിൻ്റെ ന്യൂക്ലിയോസൈഡ് അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അഡിനിൻ്റെ ന്യൂക്ലിയോസൈഡ് എന്താണ്? അഡിനിൻ്റെ ന്യൂക്ലിയോസൈഡ് ചോദിച്ചാൽ അഡിനോസിനാണ്. അഡിനോസിൻ. അഡിനിൻ്റെ ന്യൂക്ലിയോടൈഡ് ചോദിച്ചാൽ എന്താണ്? അഡിനിൻ്റെ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് ചോദിച്ചു കഴിഞ്ഞാൽ അഡിനിൻ്റെ ന്യൂക്ലിയോടൈഡ് ചോദിച്ചു കഴിഞ്ഞാൽ അഡിനൈലിക് ആസിഡാണ്. അഡിനൈലിക് ആസിഡ്. അപ്പം അതിനകത്ത് ഇവിടെ എഴുതാം അഡീനിൻ്റെ ന്യൂക്ലിയോടൈഡ് ചോദിച്ചാൽ അഡിനിലിക് ആസിഡ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അഡിനിലിക് ആസിഡ്. അപ്പോൾ ഇത് മുമ്പ് നമ്മൾ എഴുതിയതാണ് ഈ സംഭവം. ഇനി നമുക്ക് ഇതിനകത്ത് ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞോ? അഡിനിലിൻ്റെ കാര്യങ്ങൾ, അഡിനിൻ ന്യൂക്ലിയോസൈഡ് അഡിനോസിനും അഡിനിൻ ന്യൂക്ലിയോടൈഡ് അഡിനിലിക് ആസിഡും. ഓക്കെ. ഇനി യുറാസിലിൻ്റെ ചോദിക്കും. യുറാസിലിൻ്റെ അതേപോലെ ചോദിക്കും. യുറാസിലിൻ്റെ ന്യൂക്ലിയോസൈഡ് എന്താണ്? യുറാസിലിൻ്റെ ന്യൂക്ലിയോസൈഡ് യുറിഡിനാണ്. യുറിഡിൻ. യുറാസിലിൻ്റെ ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് ചോദിക്കും. ന്യൂക്ലിയോടൈഡ് അത് യുറിഡിലിക് ആസിഡ്. അപ്പോൾ യുറാസിലിൻ്റെ ന്യൂക്ലിയോടൈഡ് യുറിഡിലിക് ആസിഡ്. അപ്പോൾ ഇത് രണ്ടും എഴുതി വെക്കുക നിങ്ങൾ. അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ NCERT-യിലുള്ള ചിത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒരു NHഉം ഒരു N-ഉം 2 റിങ്ങും N ഇങ്ങനെ N കണ്ടോ? 3 സൈഡിൽ ഒരു N-കൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് അഡിനീനാന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? സംഗതി എളുപ്പമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു N, ഇവിടെ ഒരു N, ഇവിടെ ഒരു N, പിന്നെ ഒരു ബെൻസീൻ റിങ്, അപ്പുറത്ത് വേറൊരു ചെറിയ റിങ്, അങ്ങനെ N, പിന്നെ ഒരു NH, NH2 ഇതൊക്കെ കാണുകയാണെങ്കിൽ ഇത് അഡിനിനാണ്. അഡിനിൻ. ഇനി ഒറ്റ റിങ്ങിൽ 2 ഓക്സിജൻ ഉണ്ട്. ഒരു O, ഇവിടെ ഒരു O, NH ഒറ്റ റിങ്. ഇത് കാണുമ്പം ഇതെന്താണ്? യുറാസിലാണ്. അപ്പോൾ ഇത് മാത്രമാണ് നിങ്ങളുടെ നൈട്രജൻ ബേസ് NCERT-യിലുള്ള 2 എണ്ണം. വേറെ ഒന്നും പഠിക്കാൻ അതിനകത്തില്ല. അപ്പോൾ ഇത് ചിലപ്പം ചോദിച്ചേക്കാം, എക്സാം അതിനകത്ത് ടഫ് ആകും. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. 2 റിങ് ഉണ്ടെങ്കിൽ അത് അഡിനിനാണ്. 2 റിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ NCERT-യിൽ തന്നിരിക്കുന്നത് അത് അഡിനിനാണ്. ഈ ഒരു സംഭവം. ഒറ്റ റിങ് ഉള്ളെങ്കിൽ അത് യുറാസിലാണ്. അപ്പോൾ അഡിനിൻ്റെ ന്യൂക്ലിയോസൈഡ് അഡിനോസിൻ, ന്യൂക്ലിയോടൈഡ് അഡിനിലിക് ആസിഡ്, യുറാസിൻ്റെ യുറിഡിലിക് ആസിഡ്. അത്രയേ ഉള്ളൂ. അപ്പം അതും നിങ്ങൾ അതിനകത്ത് എഴുതി കഴിഞ്ഞു. ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പം ഇവിടെ ഒരു ഇവിടെ ഒരു കണ്ട. അപ്പോൾ ഇതിനകത്ത് ലീവായോ? ജുനൈദിന് എന്ത് പറ്റി? ഇനി അതിനകത്തുള്ളത് നമ്മുടെ എന്താണ് ഇതിനകത്തുള്ളത്? പിന്നീട് ഇനിയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെയ്മേ പ്രോട്ടീൻ എനേബിൾസ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ടു സെൽസ്. സെല്ലുകളിലോട്ട് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ GLUT4 ആണ് കേട്ടോ. GLUT4 നമ്മുടെ കോശങ്ങളിലോട്ട് ഗ്ലൂക്കോസിനെ മാറ്റുന്നത് ആരാണ്? GLUT4 ആണ്. അപ്പോൾ നിങ്ങൾ പഞ്ചസാരയൊക്കെ കഴിച്ചാലേ അത് നിങ്ങളുടെ കോശത്തിലോട്ട് എത്തും. അവസാനം നിങ്ങളിപ്പോൾ വായെന്ന് നിങ്ങളുടെ വയറിലോട്ട് എത്തും. നിങ്ങളിപ്പോൾ പത്തിരി കഴിച്ചാൽ പത്തിരിയിൽ പഞ്ചസാര ഉണ്ടല്ലോ. പത്തിരി വയറിലെത്തിക്കഴിഞ്ഞാൽ പഞ്ചസാരയാവും. അത് ബ്ലഡിലേക്ക് മാറ്റും. ബ്ലഡിൽ നിന്ന് പിന്നെ കോശങ്ങളിലോട്ട് മാറ്റും. നമ്മുടെ ബ്രെയിന്, നമ്മളെ ആവശ്യമുള്ള സ്ഥലം ഒട്ടൊക്കെ മാറ്റും. മസിൽ, ബ്രെയിന് വർക്ക് ചെയ്യാനൊക്കെ ഗ്ലൂക്കോസ് വേണം. അപ്പോൾ ആ ഗ്ലൂക്കോസിനെ ഈ കോശങ്ങളിലോട്ടൊക്കെ മാറ്റുന്ന ആളാണ് GLUT4. അപ്പോൾ ഇത് എഴുതി വെക്കൂ ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്ലൂക്കോസിനെ കോശങ്ങളിലോട്ട് മാറ്റുന്നത് ആരാണ്? GLUT4. മറക്കണ്ട, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ GLUT4 ഗ്ലൂക്കോസിനെ കോശങ്ങളിലോട്ട് മാറ്റുന്നത് ആരാണ്? GLUT4 ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. പരീക്ഷാ ഹാളിൽ ഈ ക്വസ്റ്റ്യനുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഗ്ലൂക്കോസിനെ മാറ്റുന്നത് ആരോ പറഞ്ഞിരുന്നല്ലോ. ഗ്ലൂക്കോസിനെ ഇതിൽ തന്നെ ഉണ്ടെന്നേ. ഇവിടെ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ T അല്ലേ? ട്രാൻസ്പോർട്ട് 4 ഉണ്ടോ? ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് കോശങ്ങളിലോട്ട് GLUT4. അപ്പോൾ പേര് തന്നെ ഉണ്ട്, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട്, GLUT4. അപ്പോൾ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളാണ് GLUT4. അപ്പോൾ ഓക്കെയാണ്, എഴുതി കഴിഞ്ഞെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയൊക്കെ നമ്മുടെ രക്തത്തിലെത്തും. രക്തത്തിൽ നിന്ന് കോശങ്ങളിലോട്ട് മാറ്റുന്ന ആളാണ് GLUT4.
ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു GLUT4. പിന്നീട് നമ്മൾ അതിനകത്ത് പഠിക്കാനുള്ളത് പിന്നീട് നമുക്ക് ഇത് എന്താണ്, എൻസൈം അതിൻ്റെ ആക്ടിവിറ്റി ലോസ്റ്റ് ആണ്. കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഈസ് ലോസ്റ്റ് വെൻ ദ കോഫാക്ടേഴ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ എൻസൈം. വാട്ട് ആർ കോഫാക്ടേഴ്സ്? നെയിം 2 kinds ഓഫ് കോഫാക്ടേഴ്സ്. അപ്പം ഒരു എൻസൈമിന് അതിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടും കോഫാക്ടേഴ്സ് പോയാൽ. അപ്പോൾ എന്താണ് കോഫാക്ടേഴ്സ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻസൈമിൻ്റെ പ്രോട്ടീൻ അല്ലാത്ത ഭാഗമാണ്. 2 ഭാഗമുണ്ട്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പും കോ എൻസൈമും. ഇത് ഓർമ്മയുള്ളവരും ചെയ്യും. 3 മാർക്കിന് കണ്ടോ വന്നത്? ഇതാണ് ഈ ചാപ്റ്ററിലെ ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ. ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കണം. കോഫാക്ടർ എന്താണ്? എൻസൈമിന് 2 ഭാഗമുണ്ട്. എൻസൈമിൻ്റെ മെയിൻ ഭാഗം അപ്പോ എൻസൈം, അതുപോലെ തന്നെ മെയിനായിട്ട് പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് കോഫാക്ടർ, പ്രോട്ടീൻ നോൺ പ്രോട്ടീൻ ഭാഗം. അത് 3 എണ്ണം ഉണ്ട്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈം, മെറ്റൽ അയോൺസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഹീം ഇൻ കാറ്റലൈസ് ആൻഡ് പെറോക്സിഡൈസ്. കോ എൻസൈം ഏതാണ്? NAD NADP ഇൻ കണ്ടെയ്നിങ് വിറ്റമിൻ നിയാസിൻ, അതെ NAD ആൻഡ് NADP. പിന്നെ മെറ്റൽ അയോൺസ് എന്ന് പറഞ്ഞാൽ സിങ്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനോട് എഴുതി വയ്ക്കുക. സോ ഞാൻ അതിനകത്ത് ലീവ് ചെയ്യാം കേട്ടോ.